ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്ന് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു. മത്സരത്തിൽ ഗോളടിക്കാൻ ലൂയിസ് സുവാരസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മെസ്സി ഈ മത്സരത്തിലും കളിച്ചിരുന്നില്ല. തുടർച്ചയായ രണ്ടാമത്തെ മത്സരമാണ് മെസ്സിക്ക് ഇപ്പോൾ നഷ്ടമാകുന്നത്. അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നത് അവരുടെ പരിശീലകനായ ഹവിയർ മഷരാനോ തുടർച്ചയായി പറഞ്ഞ ഒരു കാര്യമാണ്. മറിച്ച് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓവർലോഡഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് മെസ്സിക്ക് ഇപ്പോൾ വിശ്രമം അനുവദിക്കുന്നത് എന്നാണ് മഷരാനയുടെ ഒരു ന്യായീകരണം വന്നിരുന്നത്. ഏതായാലും മെസ്സിയെ കളിപ്പിക്കാത്തതിൽ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്റർ മയാമി ആരാധകരിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അതായത് അർജന്റീന ദേശീയ ടീമിന് വേണ്ടിയാണ് മെസ്സി ഇപ്പോൾ സ്വയം വിശ്രമം എടുക്കുന്നത് എന്ന ആരോപണം ഇന്റർ മയാമിയുടെ പല ആരാധകരും ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. മഷരാനയും അതിന് കൂട്ടുനിൽക്കുന്നു എന്നാണ് ആരോപണങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നത്. ഫ്രാങ്കോ പാനിസോ എന്ന ഇന്റർ മയാമിയുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ ആരാധകനാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്റർ മയാമി ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. മെസ്സിക്ക് പരിക്കൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം ആരോഗ്യവാനായിരുന്നുവെങ്കിൽ 2 മത്സരങ്ങൾ തുടർച്ചയായി അദ്ദേഹത്തിന് നഷ്ടപ്പെടുമായിരുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ മാസം അർജന്റീനയുടെ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിനു വേണ്ടി മെസ്സി സ്വയം വിശ്രമം എടുക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഫ്രാങ്കോ പാനിസോ പറഞ്ഞിട്ടുള്ളത്. അതായത് മെസ്സിയും മഷരാനോയും ചേർന്നുകൊണ്ട് അർജന്റീനക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്, ക്ലബിന് പ്രാധാന്യമൊന്നും നൽകുന്നില്ല എന്ന ഒരു ആരോപണമാണ് ഈ ഒരു ഇന്റർ മയാമി ആരാധകൻ ഉയർത്തിയിട്ടുള്ളത്. ഏതായാലും മെസ്സിക്ക് ഇങ്ങനെ വിശ്രമം അനുവദിക്കുന്നത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് മെസ്സിയുടെ കാര്യത്തിൽ പലതും മറച്ചു വെക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല, പരിക്കില്ലെങ്കിൽ എന്തിനാണ് ഇത്രയധികം വിശ്രമം മെസ്സിക്ക് നൽകുന്നത്, മെസ്സിയെ കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നൊക്കെയാണ് ഇന്റർ മയാമിയുടെ ആരാധകർ ഇപ്പോൾ വാദിക്കുന്നത്. ഏതായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. കരുത്തരായ ബ്രസീൽ, അതുപോലെ തന്നെ ഉറുഗ്വ എന്നിവരാണ് അർജന്റീനയുടെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.